ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കപ്പ കൊണ്ടുള്ള നല്ലൊരു പുഴുക്ക്. മീനെല്ലാം ഇട്ടിട്ട് നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുള്ളത് ആക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള അങ്ങനെ കപ്പ ഞാൻ നല്ലോണം തോലെല്ലാം ചെത്തി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ടെടുക്കാം. അങ്ങനെ നല്ലോണം കഴുകി പിന്നെ ഇതാണ് നമ്മളെ നെത്തൽ എന്ന് പറയുന്നത്. ഇതെന്തെന്ന് മീനിന് നമ്മളെ നാട്ടിൽ നെത്തൽ എന്നാണ് പറയാൻ. അങ്ങനെ നമുക്ക് കപ്പ ചെറുങ്ങനാക്കിയിട്ട് കുക്കറിൽ മുറിച്ചിട്ടിടാം. അങ്ങനെ കപ്പ മുറിച്ചിട്ട് പിന്നെ നമ്മളെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ നമ്മളെ നത്തൽ മീൻ കുറച്ച് വെള്ളം. ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് മീനിങ്ങനെ ഇന്നലെ മീനെല്ലാം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അങ്ങനെ മഞ്ഞൾ, മുളകും, ഉപ്പും പിന്നെ മീനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു കുക്കറിൽ വേവിച്ചിട്ടെടുക്കാം. വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടി അതിൽ കറിവേപ്പിലയും പിന്നെ നമ്മളെ പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളിയും പിന്നെ 2-3 ചെറിയ ഉള്ളിയും ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ കിഴങ്ങ് നല്ലോണം വെന്ത് ഇതാക്കി നമുക്ക് നല്ല കയ്യിലുകൊണ്ട് നല്ലോണം ഉടച്ചിട്ടെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉടച്ചിട്ടിട്ട് കഷ്ണം ഇല്ലാണ്ടാക്കണം. അങ്ങനെ നമ്മൾ അരച്ചതും പാർന്ന് അങ്ങനെ അരച്ചതും പാർന്നിട്ട് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് പണിയെടുക്കുക, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് പതപ്പിച്ചിട്ടെടുക്കാം. ഒരു 5 മിനിറ്റ് വരെ ഒന്ന് പതപ്പിച്ചിട്ടെടുക്കുക. അടിപൊളി ടേസ്റ്റ്. വൈകുന്നേരത്തെ ചായക്കും കുടിക്കാം. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെ. അടിപൊളി ടേസ്റ്റുള്ള. ബൈ.